വർഷത്തിനിടെ വനിതകൾക്ക് 34 കോടി സ്ത്രീകൾക്ക് മുദ്രാ യോജന വായ്പകൾ അനുവദിച്ചു. ജോലി ചെയ്യുന്ന വനിതകളുടെ എണ്ണം പല മടങ്ങായി. നിയമസഭകളിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിലും വനിതകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകി. PM ആവാസ് യോജനയിലെ ഗ്രാമീണ വീടുകളിൽ പകുതിയിലേറെ വനിതകൾക്ക് നൽകിയെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. Momentum for Nari Shakti, the empowerment of women through entrepreneurship, ease of living and dignity for them has gained momentum in these 10 years. 30 crore Mudra Yojana loans have been given to women entrepreneurs. Female enrollment in higher education has gone up by 28% in 10 years. In STEM courses, girls and women constitute 43% of enrollment, one of the highest in the world. All these measures are getting reflected in the increasing participation of women in workforce. രാജ്യത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നിലവിലുള്ള ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കും. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന് വാക്സിൻ ലഭ്യമാകും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തും. ഗർഭിണികൾക്കും ശിശുക്കൾക്കും പുതിയ പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി. Medical colleges. Several youth are ambitious to get qualified as doctors. They aim to serve our people through improved healthcare services. Our government plans to set up more medical colleges by utilizing the existing hospital infrastructure under various departments. A committee for this purpose will be set up to examine the issues and make relevant recommendations. ബജറ്റിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി S. വിജയകുമാർ കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, ധനമന്ത്രി ഇന്ന് നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. അതേപോലെ തന്നെ ഈ ദരിദ്രർക്ക് ഏറ്റവും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 60% വരുന്ന ജനങ്ങൾക്ക് 5 വർഷത്തേക്ക് കൂടി ധാന്യങ്ങൾ സൗജന്യമായി നൽകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജനസംഖ്യ 100 കോടി എന്നെടുത്താൽ പോലും 60 കോടി ആൾക്കാർക്ക് 5 വർഷം കൂടി ധാന്യങ്ങൾ സൗജന്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും സർക്കാരിനെ 5 വർഷം കൂടി ആശ്രയിക്കേണ്ടി വരിക എന്ന ഒരു സ്ഥിതി. അതുപോലെ 2 കോടി ആൾക്കാർക്ക് കൂടി വീടുകൾ എന്ന് പറയുമ്പോൾ ഇത്രയധികം ജനങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിലെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ലഭിക്കാത്തവരായി നമ്മുടെ ജനസംഖ്യയിൽ ഉണ്ട് എന്ന് പറയുന്നത് ഈ നേട്ടങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു സൂചന നൽകുന്നുണ്ടോ? 2, ഇതിനു വേണ്ട അധിക വിഭവ സമാഹരണത്തെക്കുറിച്ച് ധനമന്ത്രി എന്താണ് പറയുന്നത്? ക്രിസ്റ്റീന, നമുക്കറിയാം ഏതാണ്ടൊരു 58 മിനിറ്റ്, 1 മണിക്കൂർ കഷ്ടിച്ച് മാത്രമേ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം നീണ്ടുള്ളൂ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തുന്ന ഒരു ബജറ്റ്, ഒരു ഇടക്കാല ബജറ്റ് ആണെങ്കിലും അതിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്നെ ചില ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു, പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊന്നും കാര്യമായ പരാമർശം ഉണ്ടായില്ല. ഇവിടെ ഈ സൗജന്യ റേഷൻ എന്നത് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് കോവിഡിൻ്റെ സമയത്ത് വീണ്ടും നീട്ടി, കഴിഞ്ഞ ദീപാവലി വരെ അത് നീട്ടി. ആ ദീപാവലിക്ക് തൊട്ട് പിന്നാലെ അത് അടുത്ത 5 വർഷം കൂടി ആ സൗജന്യ റേഷൻ എന്നത് നീട്ടി. ഏതാണ്ട് 80 കോടി കുടുംബങ്ങളിലേക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും. അതിനെ ആശ്രയിക്കേണ്ടി വരുന്നു ഇന്ത്യയിൽ അത്രയും ആളുകൾ എന്നത്. അത് ഈ ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ റൂറൽ എക്കോണമി അല്ലെ റൂറൽ ലിവിങ്ങിനെ, ഈ ഗ്രാമീണ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ പദ്ധതി, അതുപോലെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി സമയത്തെ സൗകര്യങ്ങൾ കുറെ കൂടി നൽകുക, അല്ലെങ്കിൽ ആ സമയത്തെ ആനുകൂല്യങ്ങൾ നീട്ടുക എന്നതൊക്കെയാകാം സർക്കാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമല്ല. അതിനു മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചതാണ്. അത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നു എന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ റൂറൽ എക്കോണമിയെ ചലിപ്പിക്കാൻ, അവിടുത്തെ സാമ്പത്തികമായി അവിടെ ക്രയവിക്രയം ഊർജിതമാക്കാൻ, ആളുകളിലേക്ക് പണം എത്തിക്കാൻ, ഡയറക്റ്റ് ബെനിഫിറ്റ്, അതായത് നേരിട്ട് ആളുകളിലേക്ക് പണം എത്തിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതികൾക്ക് കൂടുതൽ പിന്തുണ കിട്ടുമെന്നതായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. അതിലെല്ലാവരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് PM കിസാൻ യോജന, അതിൽ ഇപ്പോൾ 6000 എന്നത് 9000 വനിതകൾക്ക് അത് 12,000, അതായത് ഒരു മാസം 1000 രൂപ വനിതാ കർഷകർക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് ആ പദ്ധതി വിപുലപ്പെടുത്തും എന്നതാണ് പൊതുവെ
കേട്ടിരുന്നത്. ബജറ്റിന് മുമ്പ് ഡൽഹിയിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കിയത് അങ്ങനെയാണ്. അതുപോലെ ഈ പ്ലാനിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ പറഞ്ഞിരുന്നത് അതായിരിക്കും സർക്കാർ ചെയ്യുക എന്നതാണ്. ഒന്ന്, അതിനെപ്പറ്റി പരാമർശമില്ല, ബജറ്റ് സ്പീച്ചിൽ ഒന്നും പറഞ്ഞില്ല. മറ്റൊന്ന്, ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ വിഹിതം അനുവദിക്കുക. അതും ഈ ഗ്രാമീണ ജീവിതത്തെ, ഗ്രാമീണ എക്കോണമിയെ ചലിപ്പിക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ് എന്നത് മുൻകാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ തുക മാറ്റിവെക്കുക, അതും ഉണ്ടായിട്ടില്ല. ആ പദ്ധതിയെപ്പറ്റി സ്പീച്ചിൽ നമ്മൾ പരാമർശിച്ചതായി പോലും കേട്ടിട്ടില്ല. മറ്റൊന്ന്, അതിൽ ഈ സർക്കാരിൻ്റെ പദ്ധതി എന്ന നിലയിൽ ഈ കൂടുതൽ വീടുകൾ, പ്രധാനമന്ത്രി ആവാസ് യോജന മാത്രമാണ് പരാമർശ വിഷയമായത്. അതിൽ 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ കൂടി പണിതു നൽകും. അത് ഇടത്തരക്കാർക്ക് കൂടുതൽ സൗകര്യമുള്ള വീടുകൾ നൽകുമെന്നത്, അതുമാത്രമാണ് അതിൽ ആ മട്ടിലുള്ള പദ്ധതികളിൽ പരാമർശിച്ചു പോയിട്ടുള്ളത്. മറ്റൊന്നും ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ എപ്പോഴും അഭിമാനമായി അവതരിപ്പിക്കാറുള്ള പദ്ധതികളെപ്പോലും ഈ ബജറ്റ് പ്രസംഗത്തിൽ കാര്യമായ പരാമർശം ഉണ്ടായില്ല. ശരിയാണ്, ഒരു ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് കേവലം ഈ കണക്കുകൾ അവതരിപ്പിച്ചു പോകുക എന്നത് മാത്രമാണ് ധനമന്ത്രി ചെയ്തത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സുകളുടെ സ്ലാബുകളിൽ മാറ്റം ഉണ്ടായില്ല. കോർപ്പറേറ്റ് ടാക്സിന് മാത്രം ഇളവ് അനുവദിച്ചു, ബാക്കിയൊന്നും സ്പർശിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ഈ മാസം 9-ാം തീയതി വരെ സഭാ സമ്മേളനമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ മാസം അവസാനത്തോടെയോ അല്ലെ അടുത്ത മാസം ആദ്യത്തോടെയോ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. പ്രചാരണമൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങി, സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ കുറെ കൂടി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു ജനക്ഷേമം അല്ലെങ്കിൽ പീപ്പിൾ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയാറുള്ള മട്ടിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. ഈ ബജറ്റിന് മുമ്പ് പ്രതിപക്ഷ നേതാക്കൾ പോലും പ്രതികരിച്ചത് ഇത് ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി ഇതുവരെ ആളുകളെ ബുദ്ധിമുട്ടിച്ചു, ഇനി വാരിക്കോരി കൊടുക്കുന്ന ഒരു ബജറ്റ് ആയിരിക്കുമെന്ന് പ്രതിപക്ഷം പോലും പറഞ്ഞതാണ്. അതൊക്കെ തെറ്റിച്ചുകൊണ്ട് അത്തരം പരാമർശങ്ങളൊന്നുമില്ലാതെ ഏതാണ്ടൊരു വോട്ട് ഓൺ അക്കൗണ്ട് എന്ന മട്ടിൽ 58 മിനിറ്റ് കഷ്ടിച്ച് 1 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് അവതരണം നീണ്ടുപോയത്. ഒരുപക്ഷെ അതിൻ്റെ അനാലിസിസ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായിരിക്കാം കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഡിനോമിക്സ് എന്നൊക്കെ പറയുമ്പോഴും അതിലേക്ക് കടക്കാതിരുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ മധ്യവർത്തി വിഭാഗത്തെ അല്ലെങ്കിൽ ഇടത്തരക്കാർ, ഞാൻ നേരത്തെ പറയുകയായിരുന്നു, അത് ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്ക് എന്നത് പറയുന്നത് അർബൻ മിഡിൽ ക്ലാസ് ആണ്. അത് അർബൻ മിഡിൽ ക്ലാസ് ബി ജെ പിക്ക് ഒപ്പമാണ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ. അവരെ കുറെ കൂടി സഹായിക്കാം അല്ലെങ്കിൽ അവരോട് കുറെ കൂടി നന്ദി പ്രകടിപ്പിക്കാം എന്നെന്തുകൊണ്ട് ധനമന്ത്രി വിചാരിച്ചില്ല, കരുതിയില്ല? ഒരു ആനുകൂല്യം അവർക്ക് നികുതിയുടെ കാര്യത്തിൽ കൊടുക്കാമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ സേവിങ്സ് കുറെ കൂടി മെച്ചപ്പെടും, അത് വിപണിയിലേക്ക് എത്തും, വിപണിയെ കുറെ കൂടി ചലിപ്പിക്കും. അപ്പോൾ ഒരു മാന്ദ്യകാലത്ത് എന്താണ് വേണ്ടത്? വിപണിയെ ചലിപ്പിക്കുക. അപ്പോൾ അവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ഈ ഗ്രാമീണ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ തുടങ്ങിയവയുടെ കാര്യത്തിൽ പരാമർശം ഉണ്ടായിട്ടുണ്ട്. വലിയ പണം അവിടേക്ക് ഒഴുകുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. റെയിൽവേ വികസനത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ബജറ്റുകളിൽ ഉണ്ടാകുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ തന്നെ ചില പ്രോജക്റ്റുകൾ ഉണ്ടല്ലോ, പദ്ധതികൾ ഉണ്ടല്ലോ, അവർ തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് എന്ന് അവർ ഓമന പേരിട്ട് വിളിക്കുന്ന പദ്ധതികൾ, അതിനെ ഒന്നും പരാമർശിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നത് വലിയ അത്ഭുതമാണ്, വലിയ കൗതുകമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന്മേലായിരിക്കാം ഒരു പക്ഷേ ചർച്ച നടക്കുക. എനിക്ക് തോന്നുന്നത് ഈ ബജറ്റ് പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ബജറ്റ് പ്രഖ്യാപനമാണെന്ന് നമ്മൾ കരുതിയിരുന്ന, അങ്ങനെ ആകുമെന്ന് നമ്മൾ കരുതിയിരുന്നവ എവിടെ പോയി എന്നതിനെ പറ്റിയായിരിക്കാം ബജറ്റിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുക. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഓഹരി വിപണിക്കൊന്നും വലിയ സന്തോഷമില്ല. ബജറ്റിന് ആ സമയത്ത് അവരൊന്ന് ഇടിഞ്ഞതാണ്, പിന്നെ 100 പോയിന്റ് കയറി. പക്ഷേ ഇപ്പോഴേതാണ്ട് സ്റ്റേബിളായ ട്രേഡിംഗ് എവിടെയും നടക്കുന്നു. ഈ കോർപ്പറേറ്റ് നികുതി ഇളവും അവർക്ക് വലിയ സന്തോഷം നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു. പൊതുവേ പ്രതീക്ഷിക്കാത്ത എന്നാൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാകുമെന്ന് കരുതിയ എന്തൊക്കെയോ ഈ ബജറ്റിൽ മിസ്സിംഗ് ആണെന്നൊരു തോന്നൽ പൊതുവേ ഒരു സാമ്പത്തിക മേഖലയിൽ നിന്ന് കാണുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി അനാലിസിസ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമായിരിക്കാം. ഒറ്റ നോട്ടത്തിൽ വിദഗ്ധരുടെയൊക്കെ പ്രതികരണങ്ങളിൽ ചെറിയ നിരാശയുണ്ടോ എന്നൊരു സംശയം കാണുന്നു. ക്രിസ്റ്റീന. ശരി, എസ് വിജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.